ഹായ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് MEP BIM എന്ന് പറയുന്ന കരിയർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ, അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം. അത് മാത്രമല്ല, നമ്മൾ MEP മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ സൈഡിലാണെങ്കിലും കോൺട്രാക്ടിങ് സൈഡിലാണെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്താലും എന്തൊക്കെ സർവീസുകളാണ് നമ്മളായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അതിനെ വ്യക്തമാക്കാനായി ഒരു പ്രൊജക്ടിന്റെ തുടക്കം മുതൽ അവസാനം വരെ, അതായത് ഒരു ക്ലയന്റിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ഐഡിയ മുതൽ ആ ഒരു പ്രൊജക്ടിന്റെ കൺസൾട്ടിങ് കമ്പനിക്കകത്ത് അതിന്റെ പാത്ത് കണ്ടിന്യൂ ചെയ്ത് കോൺട്രാക്ടിങ് കമ്പനിയിലൂടെ അത് കടന്നുപോയി ആ ഒരു പ്രൊജക്ടിന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് വരെയുള്ള കാര്യങ്ങൾ ഞാനൊരു വേറൊരു വീഡിയോയിലും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം. അത് നിങ്ങൾ കാണുക. അതോടൊപ്പം ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ്, MEP അല്ലെങ്കിൽ MEPയുടെ BIM പഠിക്കുമ്പോൾ MEPയുടെ ഡിസൈൻ നോളജ് മാൻഡേറ്ററി ആണോ, നിർബന്ധമാണോ? MEPയെ കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ലാത്ത ഒരാൾക്കും ഡിസൈനിനെ കുറിച്ചോ സർവീസുകളെ കുറിച്ചോ ഒന്നും യാതൊരുവിധ ധാരണയില്ലാത്ത ഒരാൾക്കും BIM ചെയ്തുകൂടെ, അങ്ങനെ ആ മേഖലയിൽ വർക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യത്തെ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ സ്പെസിഫിക്കലി BIM, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ എംഫസൈസ് ചെയ്യുന്നത്, കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് MEPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് BIM-ആയിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ സ്ട്രക്ചറൽ ആർക്കിടെക്ചർ ടീമും ഈ വീഡിയോ കാണുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ശരി, അപ്പം എന്താണ് MEP എന്ന് ഞാൻ ആൾറെഡി വ്യക്തമാക്കിയിരുന്നു ആ വീഡിയോയിൽ, നേരത്തെ വീഡിയോയിൽ. ഞാൻ പറഞ്ഞ അതിനെ ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ജസ്റ്റ് ചുരുക്കെഴുത്ത് പോലെ MEP എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റമാണ്. ഒരു പ്രൊജക്ട്, അത് ചെറിയ പ്രൊജക്ട് ആണെങ്കിലും വലിയ പ്രൊജക്ട് ആണെങ്കിലും ആ പ്രൊജക്ടിനെ ഫംഗ്ഷണൽ ആക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും നമ്മൾ വ്യക്തമാക്കി ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിപൂർണമായി ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ചെയ്യുന്നത് MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ്. സർവീസുകളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറയുന്ന സർവീസുകൾക്കകത്ത് നമുക്ക് HVAC എന്ന് പറയുന്ന സർവീസ് ഉണ്ടാവും, ഫയർ ഫൈറ്റിംഗ് ഉണ്ടാകും, then ഇലക്ട്രിക്കലിനകത്ത് ലൈറ്റിംഗ് സിസ്റ്റം, പവർ, ഡേറ്റ, പബ്ലിക് അഡ്രസിംഗ് സിസ്റ്റം, ഫയർ അലാറം സിസ്റ്റം, UPS, CCTV. ഇനി പ്ലംബിംഗ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രെയിനേജ്, വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, ദെൻ അതുപോലെ ഒരുപാട് സർവീസുകൾ ഉണ്ടാവും. ഈ ഒരു കൂട്ടത്തിന്റെ ആ ഒരു ചുരുക്കെഴുത്താണ് ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ അതിന്റെ ഡിസൈനും ഡ്രാഫ്റ്റിംഗും എസ്റ്റിമേഷനും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആൾറെഡി ആ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇനി എന്താണ് BIM എന്നും നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ BIM എന്ന് പറയുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് വേർഡ് ആണ്. അത് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ അല്ല. പൊതുവെ കരിയർ തുടങ്ങുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് BIM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അല്ല, BIM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല. BIM എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒന്നിലധികം സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടെ ഒരു പ്രൊജക്ടിന്റെ ആർക്കിടെക്ചർ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഫെസിലിറ്റി മാനേജ്മെന്റ് വരെയുള്ള കാര്യങ്ങൾ. ഉദാഹരണം, ആർക്കിടെക്ചർ ടീം ആർക്കിടെക്ചർ മോഡൽ ചെയ്യുന്നു, അതേ മോഡലിൽ തന്നെ സ്ട്രക്ചറൽ ടീം സ്ട്രക്ചറൽ മോഡൽ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. MEP ടീം MEP ഡിസൈൻ ചെയ്യുന്നു, MEP മോഡൽ ചെയ്യുന്നു. എല്ലാ ടീമും ചേർന്നിട്ട് അതിന്റെ ഷെഡ്യൂൾ ചെയ്യുന്നു, അതിന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നു. ഇനി കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തും കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസും എല്ലാം ചെയ്യുന്നു. ഇനി ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആസ് ബിൽറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഓപ്പറേഷൻസും ഫെസിലിറ്റി മാനേജ്മെന്റും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആർക്കിടെക്ചർ ടീം അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ വർക്ക് ചെയ്യുന്നത് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ്. സിവിൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ വർക്ക് ചെയ്യേണ്ടത് സ്ട്രക്ചറൽ സൈഡിലാണ്. MEP, അതായത് MEPയിൽ ആൾറെഡി വർക്ക് ചെയ്യുന്നവരോ ഇനി BIM-ലോട്ടും കൂടെ വരാൻ ശ്രമിക്കുന്നവരോ, അല്ലെങ്കിൽ ഇതിലോട്ട് തുടക്കത്തിൽ വരാൻ ശ്രമിക്കുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, MEPയിലോട്ട് വരാൻ സാധ്യതയുള്ള ഏത് ടീമും വർക്ക് ചെയ്യുന്നത് MEP എന്ന് പറയുന്ന BIM-ന്റെ ആ സെക്ഷനിൽ മാത്രമാണ്. എന്നിരുന്നാലും നെസസറി ആയിട്ടുള്ള ആർക്കിടെക്ചറൽ സ്ട്രക്ചറൽ നോളജ് പരിമിതമായിട്ടെങ്കിലും നമുക്ക് വേണം. കാരണം BIM-ന്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗിന്റെ പ്രോസസ്സുകൾ ഒരുപാടുണ്ടെങ്കിലും അതിന് നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 4 ആയിട്ട് തിരിക്കാം. ഉദാഹരണം, BIM-ന്റെ പ്രോസസ്സിനെ നമുക്ക് CAD to BIM
അല്ലെങ്കിൽ BIM to CAD, സ്കാൻ ടു BIM, BIM to cloud. ഇങ്ങനെ നമുക്ക് തിരിക്കാവുന്നതാണ്. CAD to BIM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ ക്യാഡിന്റെ ഫയൽ കിട്ടും, ഒരു 2 ഡയമെൻഷണൽ ലേഔട്ട്. ആ ഒരു 2 ഡയമെൻഷണൽ ലേഔട്ടിനെ നമ്മൾ ഇവിടെ ഇൻസേർട്ടിൽ വന്നിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് അതിന്റെ ലെവൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു 2D ആർക്കിടെക്ചർ ഫയലിനെ 3 ഡയമെൻഷണൽ മോഡൽ ആക്കി കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ CAD to BIM എന്ന് പറയുന്നത്. ഇപ്പം ലൈക്ക് 90% ഓഫ് ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഒരു കൺസൾട്ടന്റ് 2D ലേഔട്ടിനെ കോൺട്രാക്ടിംഗ് കമ്പനിക്കകത്ത് ഷോപ്പ് ഡ്രോയിങ് കൺസ്ട്രക്ഷൻ സമയത്ത് അതിന് നമ്മൾ മിക്കവാറും ഷോപ്പ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ LOD 350 400 അത് ഞാൻ വരുന്ന വീഡിയോയിൽ വ്യക്തമാക്കാം, ആ ഒരു ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ CAD to BIM എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലായിരിക്കും മിക്ക ആൾക്കാരും വർക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തത് BIM to CAD. BIM to CAD എന്ന് പറയുന്നത് നിലവിൽ നിങ്ങളുടെ കമ്പനി ഒരുപക്ഷെ BIM-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഇപ്പോഴും CAD-ൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് BIM അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് CAD-ൽ ചെയ്യേണ്ട പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ BIM-ൽ ചെയ്തിട്ട് ആ BIM-ൽ ചെയ്തതിനെ തിരിച്ച് CAD-ലോട്ട് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷീറ്റ് സെറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് സെക്ഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്ത് 2 3 4 ആഴ്ച കൊണ്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് 2 3 ദിവസം കൊണ്ട് തീർക്കാം. അതായത് BIM-ൽ ആൾറെഡി ചെയ്തൊരു മോഡലിനെ നമ്മളൊരു 2 ഡയമെൻഷണൽ മോഡൽ ആക്കി മാറ്റി CAD-ൽ കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ BIM to CAD എന്ന് പറയാം. ഓക്കെ, ഇനി സ്കാൻ ടു BIM എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് അല്ലെ. സ്കാൻ ടു BIM അത് കൂടുതലും ആർക്കിടെക്ചറൽ സ്ട്രക്ചറലുകാരാണ് യൂസ് ചെയ്യുക. MEP ചെയ്യുന്നില്ല എന്നല്ല, പരിമിതമാണ്. കാരണം ചിലപ്പോൾ 20 25 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് അതിന്റെ ഡെമോളിഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മെയിൻ്റനൻസ് ചെയ്യണം അല്ലെ, ഒരു റെനോവേഷൻ വർക്ക് അതിനകത്ത് ചെയ്യണം. അപ്പം പക്ഷെ നമ്മുടെ കയ്യിൽ ഡ്രോയിങ്സ് ഇല്ല. ഡ്രോയിങ്സ് ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊരു മെഷർമെന്റ് ടൂൾസുമായി പോയി ആ ബിൽഡിങ്ങിന്റെ ഈച്ച് ആൻഡ് എവറി കോർണറിലെ ഡയമെൻഷൻ എടുത്ത് അത് 2Dയും 3Dയും ആക്കി പിന്നീട് അതിനെ മോഡലിംഗ് ചെയ്യാം. അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ, നടക്കുന്ന കാര്യമല്ല. എസ്പെഷ്യലി ലൈക്ക് വളരെ വലിയൊരു എയർപോർട്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ പോലുള്ള വലിയ ബിൽഡിങ്ങുകളുടെ ആസ്ബിൽറ്റ് ലേഔട്ട് പണിഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് ചെയ്യുക എന്നുള്ളത് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതുപോലെ ആസ്ബിൽറ്റ് ഇല്ലാത്ത പ്രൊജക്ടുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യണമെങ്കിൽ, വളരെ പഴക്കം കൂടിയ പ്രൊജക്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടോപ്പോഗ്രഫി വലിയൊരു ലാർജ് ഏരിയയുടെ ഒരു മോഡൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം, ഒരു സിറ്റിയോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ലേസർ സ്കാനറുകളെ നമ്മൾ സ്കെയിൽ ചെയ്ത് ഏതെങ്കിലും ഒരു കോർണറിൽ പ്ലേസ് ചെയ്യും. ആ ബിൽഡിങ്ങിന്റെ റൂമുകളിലാവാം, പുറത്താവാം. ഇത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് മില്യൺസ് ഓഫ് ഇമേജ് എടുക്കും. ആ ഇമേജിനെ എടുത്തതിന് ശേഷം ഈ ഒരു ഇമേജിനെ ഒക്കെ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട്, ആര് കമ്പൈൽ ചെയ്യും? ആ ഒരു ലേസർ സ്കാനർ തന്നെ കമ്പൈൽ ചെയ്ത് അതിന്റെ ഔട്ട് നമുക്ക് തരും. ആ ഔട്ടിനെയാണ് നമ്മൾ പോയിന്റ് ക്ലൗഡ് എന്ന് പറയാം. പോയിന്റ് POINT പോയിന്റ് ക്ലൗഡ്. ഇതിനെ നമുക്ക് റെവിറ്റിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ലെവൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 3D മോഡലാക്കി മാറ്റാം. അപ്പോഴും അതിനൊരു പരിമിതിയുണ്ട്. വാളിനകത്ത് കൺസീൽഡ് ആയിട്ടിരിക്കുന്നതോ സീലിംഗിന്റെ മേളിൽ പതിയിരിക്കുന്നതോ ആയിട്ടുള്ള സർവീസുകളെ ഒരുപക്ഷെ ഈ ലേസർ സ്കാനർ എടുത്തുനിന്ന് വരില്ല. എക്സ്റേ ടൈപ്പ് ലേസർ സ്കാനറുകളാണെങ്കിൽ കൺസീൽഡ് സർവീസുകളെയും ഒരു പരിധി വരെ അത് എടുത്തുനിന്ന് വരും. അതുകൊണ്ട് തന്നെ MEP സർവീസുകളുടെ സ്കാൻ ടു BIM വളരെ എഫക്റ്റീവ് ആയിട്ടല്ല നിലവിലത്തെ സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്കാൻ ടു BIM എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇൻസേർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് CAD-നെ ലിങ്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോയിന്റ് ക്ലൗഡ് ലിങ്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, പോയിന്റ് ക്ലൗഡ് അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചിലപ്പം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ പോയിന്റ് ക്ലൗഡ് എന്ന് പറയാം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന വേറൊരു മേഖലയാണ്, വേറൊരു പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞ 3 എണ്ണമായി. അതാണ് CAD to BIM, BIM to CAD, സ്കാൻ ടു BIM. അതുപോലെ വരുന്നതാണ് BIM to cloud എന്ന് പറയും. BIM to cloud, അതായത് നമുക്ക് ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ടൊരു കോമൺ പ്ലാറ്റ്ഫോം വേണമല്ലോ. ഉദാഹരണം, ഞാനിപ്പോ എന്റെ HVAC സർവീസുകൾ ഞാൻ ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ടാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന പ്രൊജക്ടിന്റെ ആർക്കിടെക്ചർ മോഡൽ ചെയ്യുന്നത് ചിലപ്പോൾ ദുബായിൽ വേറൊരു പാർട്ടി ആയിരിക്കും, വേറൊരാളായിരിക്കും ചെയ്യുക. പ്ലംബിംഗ് ചെയ്യുന്നത് ചിലപ്പോൾ ശ്രീലങ്കയിലായിരിക്കാം, വേറൊരാൾ USA ഇരുന്നായിരിക്കാം വർക്ക് ചെയ്യുക. അപ്പോ നമ്മുടെ കമ്പനി, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു MNC ആണെന്ന് വെച്ചോളൂ. ഈ ഒരു MNCയുടെ ഫയൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇരിക്കുകയും വേണം. അതേസമയം ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് എനിക്കൊരു ക്ലൗഡ് സ്റ്റോറേജും വേണം അല്ലെ. ഒരു ഇന്റർനെറ്റില് ഒരു ക്ലൗഡ് സ്റ്റോറേജും വേണം. ആ ഒരു ക്ലൗഡ് സ്റ്റോറേജിനെയാണ് നമ്മൾ BIM 360 എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ സാധിക്കും. അതിന്റെ പുതുക്കിയ രൂപത്തിനെയാണ് നമ്മൾ ഓട്ടോഡെസ്ക് കൺസ്ട്രക്ഷൻ ക്ലൗഡ് എന്ന് പറയുന്നത്, ACC എന്ന് പറയും. ഇതിന്റെയും BIM 360യുടെയും ACCയിലും എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓട്ടോഡെസ്ക് കൺസ്ട്രക്ഷൻ ക്ലൗഡിന്റെ ഒരു വീഡിയോ. അതുപോലെ നമ്മൾ ക്ലൗഡിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, BIM to cloud എന്ന് പറയും. ഇതാണ് നമ്മുടെ BIM-ൽ വരുന്ന പ്രോസസ്സുകൾ.
അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ക്യാറ്റ് ബിമ്മിലോ സ്കാൻ ടു ബിമ്മിലോ ബിം ടു ക്ലൗഡിലോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് ഇല്ലേ? ഇപ്പോഴും ഞാൻ പോയിന്റിലോട്ട് വന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദമാക്കാൻ പോകുന്നത് ബിം എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ MEP ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് ഞാൻ അതിലോട്ട് വരാം. ഇനി ഈ ബിമ്മിന് ഈ പറഞ്ഞ പ്രോസസ്സുകൾ പോലെ തന്നെ അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ഉദാഹരണം ബിമ്മിനെ നമുക്ക് ബിമ്മിന്റെ 3D എന്നും 4D എന്നും 5D എന്നും 6D എന്നും 7D എന്നും ഒക്കെ വേർതിരിക്കാം. ബിം 3D എന്ന് പറഞ്ഞാൽ ആ 3D മോഡലിനെ പറയുന്ന പേരാണ് ബിം 3D. ഉദാഹരണം നിങ്ങൾ 3D മോഡലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ 3D ആണ് ചെയ്യുന്നതെന്ന് പറയാം. ആ 3D മോഡലിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഷെഡ്യൂൾ 3D പ്ലസ് ടൈം അതിന്റെ പ്ലാനിങ് അല്ലെങ്കിൽ ഷെഡ്യൂൾ കൂടെ ചേർന്ന് വരുമ്പോൾ അത് 4D ആയി. ഓക്കെ, അപ്പം 3D എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ മോഡലിന്റെ പ്രിപ്പറേഷൻ മാത്രമാണ്. ഇനി 4D എന്ന് പറയുമ്പോൾ ഷെഡ്യൂളിംഗ് ആയി. ഇനി ഷെഡ്യൂളിംഗ് കഴിഞ്ഞ് കോസ്റ്റ് എസ്റ്റിമേഷൻ കൂടെ വരുന്ന സമയത്ത് അത് 5D ആയി. ഉദാഹരണം നിങ്ങൾ എല്ലാം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ അതിന്റെ പ്രൈസിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം ഞാനിപ്പോൾ ചെയ്യുന്നത് ബിമ്മിന്റെ 5D ആണ്, 5th ഡയമെൻഷൻ ആണ്. അപ്പം ഈ 3D വരെ അത് ഷേപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഷേപ്പിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു പ്രോസസ്സിനെ മാത്രമാണ് ചെയ്യുന്നത്. ഇനി ബിം 6D എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിലിറ്റി ആണ്. ഉദാഹരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത മോഡൽ സുസ്ഥിരം എന്ന് പറയില്ല, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് എനർജി എഫിഷ്യന്റ് ആയിട്ട് ആ മോഡലിനെ മാറ്റാനായിട്ട് ആ ഒരു ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിനെ മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതൊക്കെയാണ് നമ്മൾ 6D ഫേസിൽ ചെയ്യുക. സസ്റ്റൈനബിലിറ്റി ആണ്. 7D എന്ന് പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ്. ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റി മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ 7D എന്ന് പറയുന്നത്. അപ്പൊ ബിമ്മിന് പല ഡയമെൻഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള പ്രോസസ് ഉണ്ട്, പല രീതിയിലുള്ള ലെവൽ ഓഫ് ഡെവലപ്മെന്റുകളുണ്ട്. LOD 100 ഉണ്ട്, LOD 200 ഉണ്ട്, 300 ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് കടക്കുന്നില്ല. അപ്പോ ഇതാണ് ബിമ്മിന്റെ പ്രോസസ്സുകളും അതിന്റെ ഡയമെൻഷൻസും ഒക്കെ. ബിമ്മില് ഈ പറയുന്ന ഓരോ പ്രോസസ്സുകളും ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ ബിം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഈ പറയുന്ന പ്രോസസ്സുകളും ഈ പറയുന്ന ഡയമെൻഷൻസും ഈ പറയുന്ന ലെവൽ ഓഫ് ഡെവലപ്മെന്റും ലെവൽ ഓഫ് ഡീറ്റെയിലിംഗും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകം സോഫ്റ്റ്വെയർസ് ഉണ്ട്. അല്ലാതെ റെവിറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രം ബിം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഉദാഹരണം, ബിമ്മിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് തുടക്കത്തിൽ വരുന്ന ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ മോഡലിംഗ്. ഈ ആർക്കിടെക്ചർ മോഡലിംഗ് ചെയ്യാൻ നമുക്ക് റെവിറ്റ് ഉപയോഗിക്കാം. റെവിറ്റ് മാത്രമാണോ? സ്കെച്ചപ്പ് ഉപയോഗിക്കാം, റൈനോ ഉപയോഗിക്കാം, ഗ്രാസ് ഹോപ്പർ ഉപയോഗിക്കാം. പക്ഷെ വൈഡ്ലി യൂസ് ചെയ്യുന്നത് റെവിറ്റ് ആണ്. ഡിസൈൻ ചെയ്യാനോ? റെവിറ്റ് ഒരിക്കലും ഒരു നല്ല ഡിസൈൻ കാൽക്കുലേഷൻ ടൂൾ അല്ല, ഇതൊരു മോഡലിംഗ് ടൂൾ മാത്രമാണ്. നിങ്ങൾ ഈ കാണുന്ന ഇന്റർഫേസ് റെവിറ്റിന്റെ ആണ്, അറിയാവുന്നവർക്ക് അറിയാം, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അറിയാം, ഫ്രഷർ അത് ഞാൻ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം റെവിറ്റ് ഒരു മോഡലിംഗ് ടൂൾ ആണ്. ഇതിന്റെ ഡിസൈൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അത് വളരെ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നിലവില്. മോശമൊന്നല്ല, പക്ഷേ നമ്മൾ ആ ഒരു യൂസ് ചെയ്യാനുള്ള രീതിയിൽ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് ഡിസൈനിന്റെ കാര്യങ്ങൾ വരുമ്പോൾ. മോഡലിംഗ് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ക്ലാഷ് ഡിറ്റക്ഷൻ കോർഡിനേഷന്റെ കാര്യത്തിലൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ ആർക്കിടെക്ചർ മോഡൽ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് റെവിറ്റ് അല്ലാതെ വേറെയും സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഡിസൈന് വേണ്ടിയിട്ട് നമുക്ക് ഉദാഹരണം ഹീറ്റ് ലോഡ് ചെയ്യാനായിട്ട് ഹാപ്പ് ഉണ്ട്, അല്ലെ? അതിന് വേറെ സോഫ്റ്റ്വെയർസ് ആവശ്യമാണ്. ഉദാഹരണം സ്ട്രക്ചറൽ മോഡൽ ചെയ്യാനായിട്ടോ അതിനെ അനലൈസ് ചെയ്യാനായിട്ടോ നമുക്ക് ഈ ടാപ്സോ അല്ലെങ്കിൽ സ്റ്റാർട്ട് പ്രോ പോലുള്ള സോഫ്റ്റ്വെയർസിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇനി ക്വാണ്ടിറ്റി എടുക്കാനും എസ്റ്റിമേഷൻ ചെയ്യാനും നമുക്ക് പ്ലാൻ സ്വിഫ്റ്റോ കോസ്റ്റെക്സോ ക്യാൻഡിയോ പോലുള്ള വേറെ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കേണ്ടി വരും. ഇതിനകത്ത് ആ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നാവിസ് വർക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇനി അതിന്റെ 4D സിമുലേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ക്ലാഷ് ഡിറ്റക്ഷനും കോർഡിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നാവിസ് വർക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇനി കോർഡിനേഷൻ നമ്മൾ ക്ലൗഡിലാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ബിം 360 ഉപയോഗിക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിന്റെ 3D റെൻഡറിംഗ് മനോഹരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ലൂമിയനോ അല്ലെങ്കിൽ എൻസ്കേപ്പോ പോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമോയോ ലൈക്ക് പ്ലാനോൺ പോലുള്ള വേറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ പറയുന്ന എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ള അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റെവിറ്റും ആർക്കിടെക്ചർ മേഖലയുമായിട്ട് വർക്ക് ചെയ്യുന്നവര് ഇപ്പൊ സ്കെച്ചപ്പോ റെവിറ്റോ പോലുള്ള കാര്യങ്ങൾ അറിയുക. ഇപ്പൊ സ്ട്രക്ചറൽ മേഖലയുമായി വർക്ക് ചെയ്യേണ്ടവര് റെവിറ്റിനോടൊപ്പം തന്നെ ഈ ടാപ്സോ അല്ലെങ്കിൽ സ്റ്റാർട്ട് പ്രോ പോലുള്ളത് അറിയുക, അല്ലെ? അങ്ങനെ നമുക്ക് നെസസറി ആയിട്ടുള്ളത് എന്തായാലും റെവിറ്റും നാവിസ് വർക്കും ഡൈനാമോയും ഒക്കെ അറിയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? അപ്പം ബാക്കിയുള്ള ഇപ്പൊ 4Dയും 5Dയും 6Dയും ഒക്കെ നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ചിലപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആവാം. അപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ, ഇല്ലേ? അപ്പം നമ്മൾ ബിം എന്താണെന്നും അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചും അതിന്റെ ഡയമെൻഷൻസിനെ കുറിച്ചും അതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ചും ഒക്കെ ചെറിയൊരു വിവരണം ഞാൻ തന്നു. ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം. ബിം എന്ന് പറയുന്ന മേഖലയിൽ MEP ടീം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഡിസൈനിലുള്ള നോളജ്
MEP സിസ്റ്റത്തിനെ കുറിച്ചുള്ള അറിവ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങൾ യാന്ത്രികമായി ഒരു റോബോട്ടിനെ പോലെ വർക്ക് ചെയ്യുന്നത് പോലെ ആയി പോകും. ഉദാഹരണം, ഇതൊരു 3D ബിൽഡിംഗ് കംപ്ലീറ്റ് സർവീസുകളും ചെയ്ത നമ്മളൊരു ക്ലാസ് പ്രൊജക്റ്റ് ആണ്. ഇതിനെനിക്കൊരു HVACയുടെ ഒരു ചെറിയൊരു പ്ലാൻ റൂം ഉണ്ടെന്ന് വെച്ചോളൂ. ഇവിടെ എനിക്ക് 3 ചില്ലറുണ്ട്. ഈ ചില്ലറിന് പ്രൈമറി പമ്പുകളുണ്ട്, സെക്കൻഡറി പമ്പുകളുണ്ട്, കൂളിംഗ് ടവറിന്റെ പമ്പുണ്ട്. അപ്പൊ ഇതൊരു വാട്ടർ കൂൾഡ് ചില്ലറാണ്. അപ്പൊ ചില്ലർ എയർ കൂൾഡ് വരും, വാട്ടർ കൂൾഡ് വരും. ഇനി ചില്ലറിൽ വരുന്ന സർക്യൂട്ട് തന്നെ പ്രൈമറി ഒൺലി സിസ്റ്റം ആവാം, വേരിയബിൾ പ്രൈമറി ആവാം, പ്രൈമറി സെക്കൻഡറി സിസ്റ്റം ആവാം, പ്രൈമറി സെക്കൻഡറി ടേർഷറി സിസ്റ്റം ആവാം. ഇനി ഈ ചില്ലർ എന്ന് പറയുന്ന മൊത്തം സമ്പ്രദായം മാറ്റി വെച്ചിട്ട് അതൊരു ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം ആവാം, ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ടൈപ്പ് സിസ്റ്റത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പമ്പിന്റെയും ചില്ലറിന്റെയും ഒക്കെ സക്ഷൻ സൈഡിലും ഡെലിവറി സൈഡിലും വരുന്ന വാൽവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതിനെ ഹുക്കപ്പ് എന്നാ പറയാ. അപ്പൊ ഈ നല്ലൊരു സർക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സിസ്റ്റത്തിനെ കുറിച്ച് ധാരണയില്ലാതെ നിങ്ങൾക്ക് അത് എങ്ങനെയാ ചെയ്യാൻ സാധിക്കുക? ഇല്ലേ? ശരി. അതുപോലെ എനിക്കൊരു ഡക്ട് ഉണ്ട്, ഇല്ലേ? ഈ ഡക്ട് എനിക്ക് സൈസ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഡക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് മേളിൽ ഡക്ട് ഓർ പൈപ്പ് സൈസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് പോയാൽ ഡക്ട് സൈസ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഡക്ടിലേറ്റർ വെച്ചോ, അശ്രയുടെ ചാർട്ട് വെച്ചിട്ടോ, ഡക്ട് സൈസർ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഇതില് സൈസിങ് മെത്തേഡ് നമുക്ക് വെലോസിറ്റി പല മെത്തേഡിൽ ചെയ്യാം നമുക്ക്, ഇല്ലേ? ഡക്ട് സൈസിങ് ഫ്രിക്ഷൻ മാത്രം ഒരു ക്രൈറ്റീരിയ ആയിട്ടും വെലോസിറ്റി മാത്രം ഒരു ക്രൈറ്റീരിയ ആയിട്ടും, എന്നാൽ ഫ്രിക്ഷനോടൊപ്പം തന്നെ വെലോസിറ്റിയെയും ലിമിറ്റ് ആക്കി വെച്ചിട്ടും, ഇനി നമുക്ക് സീലിംഗിന്റെ റെസ്ട്രിക്ഷൻ പ്രകാരം ഇനിയിപ്പം എനിക്ക് മാക്സിമം ഡക്റ്റിന്റെ ഹാങ്ങിങ് അലവൻസും ബോട്ടം ഓഫ് ഡക്ട് മുതൽ ഫോൾ സീലിംഗ് വരെയുള്ള അലവൻസും തെർമൽ ഇൻസുലേഷന്റെ അലവൻസും അക്വാസ്റ്റിക് ലൈനിങ്ങിന്റെ അലവൻസും ഇതെല്ലാം കുറച്ചതിന് ശേഷം എന്റെ ഫോൾ സീലിംഗിന്റെ മേളിൽ എനിക്ക് കിട്ടുന്ന ഹൈറ്റ് എത്രയാണെന്ന് ലിമിറ്റ് ചെയ്തിട്ടും സൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോ ഡക്റ്റിനെ സൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ, അതിന്റെ ഫ്ലോ റേറ്റ് വേണ്ടേ? ആ ഫ്ലോ റേറ്റ് എങ്ങനെയാ സോഫ്റ്റ്വെയറിന് കിട്ടുക? ഉദാഹരണം, ഞാൻ ഈ ഒരു ഡക്റ്റിനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർട്ടീസിൽ അതിന്റെ ഫ്ലോ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്രയാണ്? 181 LPS ആണ്. ഇതെങ്ങനെ ഈ സോഫ്റ്റ്വെയർ മനസ്സിലാക്കുന്നു? ഞാൻ ഈ ഒരു ഡിഫ്യൂസറിനെ സെലക്ട് ചെയ്താൽ ഈ ഒരു ഡിഫ്യൂസറിൽ ഞാൻ ഈ കൊടുത്ത 181 LPS ആണ് ഈ ഡക്റ്റിന്റെ ഫ്ലോ റേറ്റ് ആയിട്ട് ഈ സോഫ്റ്റ്വെയർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ഡിഫ്യൂസറിലും അസൈൻ ചെയ്ത് കൊടുത്തേക്കേണ്ട എയർ ഫ്ലോ റേറ്റ് ആണ് ഈ മെയിൻ മെഷീന്റെ എയർ ഫ്ലോ റേറ്റ് ആയിട്ട് ഈ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു എയർ ടെർമിനലിന് 181 LPS ആണ് വേണ്ടതെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഇതിന്റെ ഹീറ്റ് ലോഡ് ചെയ്യണം. ഇതിന്റെ റൂമിനകത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം അതിന്റെ ടോട്ടൽ കോയിൽ ലോഡും അതിന്റെ എയർ ഫ്ലോ റേറ്റും കണ്ടുപിടിച്ചിട്ട് എത്ര ഡിഫ്യൂസർ ഉണ്ടോ ആ ഓരോ ഡിഫ്യൂസറും കൊണ്ട് ആ ഫ്ലോ റേറ്റിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് ഓരോ ഡിഫ്യൂസറിന്റെയും ഫ്ലോ റേറ്റ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചെയ്യാൻ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ഹീറ്റ് ലോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഈ കാണുന്ന എയർ ടെർമിനൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. അതിനുശേഷം മെഷീൻ പ്ലേസ് ചെയ്തിട്ട് ഡക്ട് റൂട്ട് ചെയ്യാൻ അറിയണം. അതിനുശേഷം ഡക്ട് സൈസ് ചെയ്യാൻ അറിയണം. ഇനി ഈ മെഷീന്റെ സ്റ്റാർട്ടിങ് മുതൽ ക്രിട്ടിക്കൽ പാത്തിൽ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ഡിഫ്യൂസർ വരേക്കും ഈ ഇതിനകത്തിരിക്കുന്ന ബ്ലോവർ ഫാനിനെ എയറിനെ തള്ളിക്കൊണ്ടെത്തിക്കാൻ സാധിക്കണം, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ സംഭവിക്കുന്ന പ്രഷർ ലോസ്, അതായത് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് പ്രഷർ ലോസ് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് അറിവുണ്ടായിരിക്കണം. തീർന്നില്ല, സിംഗിൾ മെഷീൻ വെച്ച് മൾട്ടിപ്പിൾ സ്പേസിൽ നമ്മൾ എയർ ഫ്ലോ കൊടുക്കുമ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് VAV കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന VAV ബൈപ്പാസ് VAV ആണോ, പ്രഷർ ഇൻഡിപെൻഡന്റ് VAV ആണോ, അതിന് ട്രാൻസ്ഫർ ഡക്റ്റിന്റെ ആവശ്യമുണ്ടോ, അതില്ലയോ? ഇതൊക്കെ അറിഞ്ഞൂടാതെ നിങ്ങൾക്ക് എങ്ങനെയാ ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക? ഇല്ലേ? ചുരുക്കി പറഞ്ഞാൽ MEP സിസ്റ്റത്തിനെ കുറിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ നല്ല മോഡൽസ് നമുക്ക് റെവിറ്റിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ MEP ടീം വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ BIM പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ MEP ആണ് പഠിക്കേണ്ടത്. MEP യെ കുറിച്ച് വിശദമായിട്ട് നിങ്ങളൊരു 10, 20, 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ട അത്രയും നോളജ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. HVAC ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ഫയർ ഫൈറ്റിംഗ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഒക്കെ ഇലക്ട്രിക്കൽ ചെയ്യണമെന്ന് വെച്ചോളൂ. ഈ മെക്കാനിക്കൽ സർവീസുകൾക്ക് എത്ര പവർ റേറ്റഡ് പവർ വരുമെന്ന് അറിഞ്ഞുകൂടാതെ എങ്ങനെയാ ഇലക്ട്രിക്കലിന്റെ DB ചെയ്യാൻ സാധിക്കുക? ഇല്ലേ? ഇലക്ട്രിക്കൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഡീറ്റെയിൽസിന് അറിയില്ലെങ്കിൽ എങ്ങനെയാ ഹീറ്റ് ലോഡ് ചെയ്യാൻ സാധിക്കുക? അപ്പം കോർഡിനേഷൻ ചെയ്യുമ്പോൾ ഈ സർവീസുകളൊക്കെ സീലിംഗിന്റെ മുകളിൽ ക്ലാഷുകൾ ഉണ്ടാവും, കൂട്ടിമുട്ടും, ഇല്ലേ? അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യേണ്ടി വരും. അത് വലിയ ടോപ്പിക്കുകളാണ്. അതൊക്കെ ഞാൻ നാവിസ് വർക്കിന്റെ വീഡിയോസ് ഫർദർ ക്ലാസ്സുകൾ ഒരുപക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം യൂട്യൂബിൽ.
അപ്പം ഈ ക്ലാഷ് ഡിറ്റക്ഷനൊക്കെ കോർഡിനേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ സർവീസുകളെ കുറിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു യാന്ത്രികമായിട്ട് റോബോട്ടിനെ പോലെ വർക്ക് ചെയ്യേണ്ടി വരും. മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ നോളജ് യൂസ് ചെയ്യുന്നത് അത് പുതിയതായിട്ട് പ്രപ്പോസ് ചെയ്യുന്നതിലല്ല, അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. അതായത് നമുക്ക് ഇനിഷ്യലി ഒരു കാര്യം നമുക്ക് പ്രപ്പോസ് ചെയ്യുന്നതിനേക്കാൾ പാടാണ് ഒരു വസ്തുവിനെ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്തോ അതിനെ കോർഡിനേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ, ക്ലാഷുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല മോഡൽ, ചുരുക്കി പറഞ്ഞാൽ നല്ല മോഡലുകൾ തൃപ്തിയോടുകൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MEP ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ബേസ് മുതലേ പഠിച്ചു വരണം. അടിസ്ഥാനം മുതലേ സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ച് ഡിസൈൻ പഠിച്ച് കൺവെൻഷണൽ ഡിസൈൻ മെത്തഡോളജീസ്. കാരണം ഇപ്പൊ നമുക്ക് ഡക്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡക്ട് മാത്രം വരച്ചാൽ പോരാ. ഡക്ടിന്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഷൂ കോളർ ആയിരിക്കാം വരിക, ടാപ്പ് ജോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ T ആയിരിക്കാം വരിക. അപ്പൊ T ആണെങ്കിലും ടാപ്പ് ആണെങ്കിലും രണ്ട് രീതിക്ക് അതിന്റെ റെസ്ട്രിക്ഷൻ വരും. ഉദാഹരണം, എന്റെ ഈ ബ്രാഞ്ച് സൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളാറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ഈ മെയിൻ ഡക്റ്റിന് ഉണ്ടായിരിക്കണം. അതനുസരിച്ചിട്ടല്ലേ ഞാൻ ഇതിനെ സൈസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഈ ഫ്ലെക്സിബിൾ ഡക്ട് ഇവിടെ ഉണ്ടെന്ന് വെച്ചോളൂ. ഈ ഒരു ഫ്ലെക്സിബിൾ ഡക്ട്, ഈ ഒരു ഫ്ലെക്സിബിലിറ്റിന്റെ ഡക്റ്റിന്റെ ഡയമീറ്റർ 250 ആണെങ്കിൽ ഈ ഫ്ലെക്സിബിൾ ഡക്റ്റിന്റെ കോളാർ ഈ ഡക്റ്റിന്റെ സൈഡിൽ മൗണ്ട് ചെയ്യാനായിട്ട് ഇത് 300 mm എങ്കിലും വേണം. അപ്പം ആ ഒരു രീതിക്ക് വേണം. ഇതിന്റെ ഹൈറ്റ് 300 mm എങ്കിലും അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കോളാർ അതിനകത്ത് വെച്ചേക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറയുന്ന അലവൻസുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഡയറക്റ്റ് ഇതിന്റെ മേളിൽ ചിലപ്പോൾ പ്ലീനം ബോക്സ് വരും, അതിനെ സൈസ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ നിങ്ങൾ പ്ലംബിംഗ് ആണെങ്കിലും ഫയർ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഒക്കെ ഇപ്പൊ സ്പ്രിംഗ്ലർ സിസ്റ്റം ചെയ്യാണ്. ഈ റൂമിനകത്ത് 9 സ്പ്രിംഗ്ലേഴ്സ് ആണ് ഈ ഒരു ക്ലോസ്ഡ് സ്പേസിനകത്ത് എനിക്ക് വേണ്ടത്. അതെങ്ങനെ കിട്ടി? അപ്പൊ ഇത് ലൈറ്റ് ഹസാർഡ് ആണോ, ഓർഡിനറി ഹസാർഡ് ആണോ, എക്സ്ട്രാ ഹസാർഡ് ആണോ? 5 ടൈപ്പ് ഹസാർഡ് ഉണ്ട്. ആ ഹസാർഡിൽ ഏത് ഹസാർഡ് കാറ്റഗറിയിലാണ് വന്നതെന്ന് നോക്കി മാക്സിമം കവറേജ് ഏരിയ ഡിവൈഡ് ചെയ്ത് സ്പ്രിംഗ്ലറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ ക്രമീകരിച്ചിട്ടാണ് എത്ര സ്പ്രിംഗ്ലറുകൾ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി ഇതിന്റെ പൈപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കൂ. ഇത് ചിലപ്പം 25 mm സ്പ്രിംഗ്ലർ പൈപ്പ് ആവാം അല്ലെ. ഈ ഒരു പൈപ്പ് ചിലപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അത് 25 mm സ്പ്രിംഗ്ലർ പൈപ്പാണ്. എന്തുകൊണ്ട് 25 ആയി അല്ലെ? അപ്പൊ അത് പൈപ്പ് ഷെഡ്യൂൾ മെത്തേഡ് വെച്ചിട്ട് NFPA 13 പ്രകാരമുള്ള പൈപ്പ് ഷെഡ്യൂൾ മെത്തേഡ് വെച്ചിട്ടോ, ഇല്ലെങ്കിൽ നമ്പർ ഓഫ് സ്പ്രിംഗ്ലർ കൂടുതലാണ്, ഏരിയ വലിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഹൈഡ്രോളിക് കാൽക്കുലേഷൻ വെച്ചിട്ടോ ആയിരിക്കാം ഈ പൈപ്പ് സൈസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോ ഞാൻ ഈ പറയുന്നത് ഇപ്പം ITI പഠിച്ച ആളാണെങ്കിൽ നിങ്ങളൊരു BIM മോഡലറായിട്ട് വരുമ്പോഴും നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ MEPയുടെ സർവീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഡിപ്ലോമയാണെങ്കിൽ. പക്ഷേ BIM എഞ്ചിനീയർ ആയിട്ട് ഇപ്പൊ എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിങ്ങൾ BIMലോട്ട് വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ MEPയുടെ ഡിസൈൻ തറമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം MEPലോട്ട് വരിക. അതർവൈസ് ദാറ്റ് ഈസ് വേസ്റ്റ് ഓഫ് മണി. കാരണം നിങ്ങൾക്ക് നല്ല മോഡലുകൾ പിന്നീട് വന്ന് പഠിക്കുക. ഒരുപാട് സ്റ്റുഡൻസ് ആൾറെഡി BIM ചിലപ്പോൾ അവർ പഠിച്ചതിന് ശേഷം രണ്ടാമത് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലോസ്. പിന്നെ ഒരിക്കൽ കൂടെ പഠിച്ച് ആൾറെഡി ചിലപ്പം പഠിച്ച ഒരാളെ പഠിപ്പിക്കാൻ പിന്നെയും പാടാ അല്ലേ? കാരണം അതൊക്കെ അവർ പഠിച്ചതൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പൊ നമ്മൾ പിന്നെ നമ്മുടേതായ രീതിയിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും MEP ടീം BIMൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നെസസറി ആയിട്ടുള്ള ഡിസൈൻ നോളജ് MEPയിൽ ആവശ്യമാണ്. ഡിസൈൻ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അടിസ്ഥാനം മുതൽ പഠിച്ച് ഓട്ടോക്യാഡിലുള്ള കൺവെൻഷണൽ ഡിസൈൻ ഡ്രാഫ്റ്റിംഗ് 4 ടൈപ്പ് ഡ്രോയിങ് ഉണ്ട് നമുക്ക്. ടെൻഡർ, IFC, ഷോപ്പ് ഡ്രോയിങ്, സാസ് ബിൽട്ട്. 4 ഡ്രോയിങ്ങുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യത്യാസം മനസ്സിലാക്കി അത് ചെയ്ത് മാനുവലി ഉള്ള ക്വാണ്ടിറ്റി സർവേയിങ് പ്ലാൻ ഷിഫ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഷീറ്റ് ഉണ്ടാക്കി, പ്ലാൻ ഷിഫ്റ്റ് വെച്ച് ക്വാണ്ടിറ്റി സർവേയിങ് കഴിഞ്ഞതിന് ശേഷം ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഷീറ്റ് ഉണ്ടാക്കി BOQ പ്രിപ്പയർ ചെയ്ത് അതിനുള്ള എസ്റ്റിമേഷൻ മെത്തഡോളജീസ് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. അല്ല ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു 2 H യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേണ്ട ഇവിടെയും ഇവിടെയും. ഇത് ഒരു 100% കൂളിംഗ് എക്യുപ്മെന്റ് ആണ്. അതായത് കൂളിംഗ് പ്ലസ് വെന്റിലേഷന് വേണ്ടിയിട്ട് ഉള്ളതാണ്. 100% റിട്ടേൺ എടുക്കുന്നില്ല അത്. എന്നാൽ ഈ ഇരിക്കുന്നത് 70-30 മിക്സിംഗിൽ വരുന്നതാണ്. അതായത് കൊടുക്കുന്ന സപ്ലൈയുടെ 70% റിട്ടേൺ എടുത്തിട്ട് 30% ഫ്രഷ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന്റെ ഹീറ്റ് ലോഡ് അത് അറിയണ്ടേ? കാരണം ഇതിന്റെ ലോഡ് അറിയാമെങ്കിൽ മാത്രമല്ലേ ഇതിന്റെ ചില്ലറിന്റെ പൈപ്പൊക്കെ നമുക്ക് സൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പം ഞാനിപ്പം ഇത് ചെയ്യുന്നു അല്ലെ, പ്ലംബിങ് ചെയ്യാണ്. അപ്പൊ കോൾഡ് വാട്ടർ ആണെങ്കിലും ഹോട്ട് വാട്ടർ ആണെങ്കിലും ഇനി സോയിൽ ലൈൻ ആണെങ്കിലും വേസ്റ്റ് ലൈൻ ആണെങ്കിലും വെന്റ് ലൈൻ ആണെങ്കിലും ഒക്കെ ഇപ്പം എനിക്ക് ഡ്രെയിനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രെയിനേജ് പൈപ്പ് സൈസ് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഞാനിന്ന് സെലക്ട് ചെയ്ത് നോക്കി. ഇവിടെ ഇതിന്റെ ഫിക്സർ യൂണിറ്റ് കാണാം. അതെ, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിക്സർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഇല്ലേ? ഫിക്സർ യൂണിറ്റ്. ഞാൻ ഇവിടെ ഓരോ വാട്ടർ ക്ലോസറ്റിനെയും സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫിക്സർ യൂണിറ്റ് കാണാം ഇവിടെ.
ഇതെങ്ങനെ വന്നു 6? ഇത് ഇന്റർനാഷണൽ പ്ലംബിംഗ് കോഡ് പ്രകാരം ഓരോ സാനിറ്ററി എക്യുപ്മെന്റ്സിനും ലൈക്ക് DFU, ഡ്രെയിനേജ് ഫിക്സർ യൂണിറ്റ് എന്ന് പറയുന്നിട്ടുള്ള പാരാമീറ്റർ ഉണ്ട്. ഈ പാരാമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ സ്ലോപ്പുകൾ തീരുമാനിച്ചതിന് ശേഷം എത്രത്തോളം സാനിറ്ററി എക്യുപ്മെന്റ്സ് നമ്മൾ പൈപ്പുകളിൽ കണക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അതും ഡ്രെയിനേജിന്റെ ഹൊറിസോണ്ടൽ ബ്രാഞ്ചുകളുണ്ട്, ബിൽഡിംഗ് ഡ്രെയിൻ ഉണ്ട്, ബിൽഡിംഗ് സീവർ ഉണ്ട്, പബ്ലിക് സീവർ ഉണ്ട്. പല ടൈപ്പ് പൈപ്പും നമ്മൾ പല രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ റൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ഹൊറിസോണ്ടൽ ഡ്രെയിന്, ഇത് ഏതാണ് ബിൽഡിംഗ് ഡ്രെയിന്, ഇതിൽ ഏതാണ് പബ്ലിക് സീവർ എന്ന് അറിഞ്ഞുകൂടാതെ എനിക്ക് അതിന്റെ DFU ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈ സ്ലോപ്പ് കൊടുത്ത് വരയ്ക്കുന്ന ഈ പൈപ്പുകളെ പോലെ അല്ല ഈ കാണുന്ന റൈസേഴ്സ് അല്ലെങ്കിൽ സ്റ്റാക്ക് സൈസ് ചെയ്യുമ്പോൾ അതിൽ സ്ലോപ്പിന്റെ ആവശ്യമില്ല, വേറെ രീതിയിൽ വേണം അതിന്റെ കണക്ഷൻസ് തീരുമാനിക്കേണ്ടത്. അപ്പം ഇത് അറിഞ്ഞുകൂടാതെ നിങ്ങൾക്ക് എങ്ങനെയാ ഡ്രെയിനേജ് ചെയ്യാൻ സാധിക്കുക? വാട്ടർ സപ്ലൈ ഫിക്സർ യൂണിറ്റ് അറിഞ്ഞുകൂടാതെ നമുക്ക് എങ്ങനെയാ പൈപ്പ് സൈസ് ചെയ്യാനായിട്ട് വാട്ടർ സപ്ലൈയിൽ സാധിക്കുക? വാട്ടർ സപ്ലൈ ഫിക്സർ യൂണിറ്റുകളും അതിന്റെ കാൽക്കുലേഷൻസും അറിഞ്ഞുകൂടാതെ എങ്ങനെയാ നമുക്ക് ബൂസ്റ്റർ സിസ്റ്റം സെലക്ട് ചെയ്യാൻ സാധിക്കുക, ഹോട്ട് വാട്ടർ സിസ്റ്റം സെലക്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ റീസർക്കുലേഷൻ പമ്പ് സെലക്ട് ചെയ്യാൻ സാധിക്കുക? ഈ പറയുന്ന സാധനങ്ങളൊക്കെ മോഡലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട് ആദ്യം. എന്നാൽ മാത്രമേ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മെക്കാനിക്കൽ സർവീസുകൾ മാത്രമാണ് പറഞ്ഞത്. മെക്കാനിക്കൽ സർവീസുകൾ മാത്രമല്ല, ഇതിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ സർവീസുകളും ഉണ്ട്. ഇതിൽ നമ്മൾ ലൈറ്റ് ഫിറ്റിംഗ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പേസിനകത്ത് എനിക്കൊരു എത്ര നമ്പർ ഓഫ് ലൈറ്റ് ഫിറ്റിംഗ്സ് വേണം, അത് ഏത് ഡിസ്റ്റൻസിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാനതിൽ അതിന്റെ ഇലിമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അത് ചിലപ്പോൾ റിലാക്സ് വെച്ചിട്ടാവാം, ഡയലക്സ് വെച്ചിട്ടാവാം. അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത്, അല്ലേ? പവർ നമുക്ക് DB ചെയ്യുന്ന സമയത്തും DB ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ അത് ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റൂ. അതിപ്പം HVAC ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഫയർ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഒക്കെ നെസസറി ഡിസൈൻ നോളജ് അല്ലെങ്കിൽ നെസസറി എന്നല്ല, ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസൈൻ നോളജ് നിങ്ങൾക്ക് അതിന് ആവശ്യമാണ്. അതില്ലാതെ നമുക്ക് വന്നാൽ കുറച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യും. ഇനി അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു BIM മോഡലറായിട്ട് മാത്രം വർക്ക് ചെയ്താൽ മതി. ഉദാഹരണം, ആരെങ്കിലും പ്രിപ്പയർ CAD to BIM മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്യുക. CAD to BIM മാത്രമാണ്. അതായത് ആൾറെഡി വേറൊരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു സീനിയർ പേഴ്സൺ ഡിസൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഒരു CAD ഫയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. അതിന് ജസ്റ്റ് ഒരു 3D മോഡലാക്കി മാറ്റുക, ഒരു ഡ്രാഫ്റ്റ്മാൻ ചെയ്യുന്ന പോലെ. ആ ഒരു ജസ്റ്റ് സിമ്പിൾ ഒരു BIM മോഡലർ മാത്രമായിട്ട് ഒരു തുടക്കക്കാരനെ പോലെ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മാത്രം പര്യാപ്തമായിരിക്കും. അപ്പോഴും യു വിൽ സ്ട്രഗിൾ എ ലോട്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. സർവീസുകളെ കുറിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണയില്ലാതെ നമുക്ക് അതിലോട്ട് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ഇത്ര എലാബറേറ്റ് ചെയ്തത്. ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും അത് എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും അതിന്റെ ഡിസൈൻ അറിയേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. ആംനിയറില് ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ 0 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഇനി 30 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഞങ്ങൾ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഇപ്പൊ ചില ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും പണ്ട് പഠിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ അടിസ്ഥാനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം കൺവെൻഷണൽ ആയിട്ടുള്ള എല്ലാ ഡിസൈൻ മെത്തഡോളജീസും പഠിച്ച് CAD ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് ക്വാണ്ടിറ്റി എടുത്ത് എസ്റ്റിമേഷൻ ചെയ്തിട്ടാണ് BIM വന്നിട്ട് ഈ പ്രോസസ് ഒക്കെ തീർക്കുന്നത്. അത് നമ്മൾ BIM ലൈക്ക് നാവിസ് വർക്കും ഒക്കെ നമ്മളത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇതിന്റെ സാലറി എത്രത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഇതൊക്കെ ഞാൻ ആ പറഞ്ഞ നേരത്തെ ആ ഒരു MEP BIM എന്ന് പറയുന്ന കരിയർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. തീർച്ചയായിട്ടും BIM ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എന്നല്ല, അതൊരു മാൻഡേറ്ററി ആണ് കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾറെഡി MEP വർക്ക് ചെയ്യുന്ന ഡിസൈൻ എഞ്ചിനീയേഴ്സും കൺസൾട്ടന്റും BIM ഡെഫിനറ്റ്ലി സ്വിച്ച് ചെയ്യാനുള്ള സമയമാണിത്. അല്ല, ഇതിൽ കരിയർ തുടങ്ങുന്ന ആൾക്കാർ നിങ്ങൾ ഡിസൈൻ പഠിക്കുന്നതോടൊപ്പം BIM കൂടെ ചേർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. MEP പഠിച്ചതിന് ശേഷം മാത്രം BIM വരിക, അല്ലാതെ BIM പഠിച്ചിട്ട് MEP വരുന്നതിനെ കുറിച്ച് ആലോചിക്കരുത്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവരിവൺ.